ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ റിയാക്ഷന് ഡബിൾ ട്രിപ്പിൾ എനർജി കൂടും. എന്താണ് നമ്മളുടെ എല്ലാവരുടെയും, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ വികാരമാണ് ഫുട്ബോൾ. അതും മലയാളികളിൽ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മലബാർ ഏരിയയിൽ, പ്രത്യേകിച്ച് മലപ്പുറം, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം നാട് കണ്ണൂർ, അങ്ങോട്ടൊക്കെ ഫുട്ബോൾ എന്ന് പറഞ്ഞ ജീവനാണ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഫുട്ബോളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ട്രിബ്യൂട്ട് ടു ദ വേൾഡ് കപ്പ്, അതായത് November 20th തുടങ്ങാൻ പോകുന്ന വേൾഡ് കപ്പ്, ഖത്തറിൽ നടക്കുന്ന വേൾഡ് കപ്പിന് ആ ഒരു ട്രിബ്യൂട്ട് ആയിട്ട് നമ്മുടെ ലാലേട്ടന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. 2 ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ന്യൂസ്. യെസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു സോങ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് തോന്നുന്നു. കാരണം അതിന്റെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ന്യൂസിന്റെ അകത്ത്. ഹിഷാം അബ്ദുൽ വഹാബ് ആണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഫുട്ബോൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എൻ്റെ കുറേ മെമ്മറീസ് ഉള്ളതാണ്. കാരണം വെച്ചാൽ കണ്ണൂര് ഞാൻ നിൽക്കുന്ന സമയത്ത് ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റ് ഉണ്ടാവും ഫുട്ബോളിന്റെ. അത് ഒരു സംഭവം തന്നെ. കാരണം ആ സമയത്ത് ഓരോ കുഞ്ഞു കുഞ്ഞു ടീംസ് വന്നിട്ട് അവിടെ ഒരു മാച്ചും കാര്യങ്ങളൊക്കെ നടത്തി. ആ സമയത്ത് എന്ന് പറയുന്ന ആവേശം എന്ന് പറയുന്നത് വല്ലാത്ത ആവേശം. കാരണം എത്ര രാത്രി ആയാലും അതിനൊരു പ്രശ്നമില്ല, ആർക്കും ഉറക്കമൊന്നൊരു പ്രശ്നമല്ല. അതൊരു ആവേശമാണ്. കാരണം വെച്ചാൽ നമ്മൾ പറയില്ലേ, ക്രിക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും ഡബിൾ ഇരട്ടി ആവേശമാണ് ഫുട്ബോളിൽ കിട്ടുക. ആ ഒരു എനർജി ഈ പാട്ടിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം, അല്ലെ? അപ്പൊ നമ്മുടെ സ്വന്തം ലാലേട്ടനാണ് അത് പാടിയിരിക്കുന്നത്. ലാലേട്ടൻ്റെ കൂടെ വേറെ ആളുകളും പാടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ആ സോങ്ങിലേക്ക് പോകാം. കേട്ടോക്കാം. റെഡി അല്ലേ? റെഡി. Tribute to World Cup Football Qatar 2022. Yes. This is not a fairy tale. Not a fairy tale. Far, far away in the state of Kerala, on the southwestern coast of India, lies the district of Malappuram. നല്ല എഡിറ്റർ. കറക്റ്റ് മലപ്പുറം കാണിച്ചിട്ടുണ്ടാവും. Do you hear that? That is the cheering of people whose very life is football. ഈ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ. ഓ, കാൽപന്ത് കളിക്കല്ല നമ്മള് പറയാം. Every day in Malappuram is World Cup day. അവിടെ എല്ലാവരും ഭയങ്കര നമ്മളെ അറിയില്ലേ സത്യൻ, ഫുട്ബോൾ പ്ലെയർ. Have you ever heard of the legend of Sevens? This is where Sevens begins. സെവൻസ് ആണ് നമ്മുടെ നാട്ടിലേക്ക് കളിച്ചു തുടങ്ങി. പ്രാക്ടീസിന്റെ സംഭവം കാണിക്കുന്നു. ആറ്റുകളും നല്ല ഉണ്ടല്ലേ. എല്ലാരും ഏകദേശം ആ ഒരു ഡ്രസ് ഇട്ടിട്ടാണൊക്കെ. ഓരോ ടീം
നല്ല നല്ല ആവേശം എല്ലാം വരുന്നുണ്ട്. Wow. Your times come to stand when the World Cup begins. പൊളി. എന്ത് പറഞ്ഞാലും മാസായിരുന്നു അല്ലേ? ആ ഒരു റൊമാൻറ്റിഫിക്കേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കറക്റ്റ് ആയി. കാരണം നമുക്കറിയാം പൊതുവെ നമുക്ക് ഫുട്ബോൾ വരുന്ന സമയത്ത് ഒരുപാട് പാട്ടുകൾ ഇറങ്ങും. നമുക്ക് ഇവിടെ നിന്നുള്ള പാട്ടുകൾ പൊതുവെ കുറവായിരുന്നു. അപ്പം ഇങ്ങനൊരു പാട്ട് ഇറക്കിയതിന് എന്തായാലും കേരളത്തിൽ നിന്നുള്ളൊരു ട്രിബ്യൂട്ട് തന്നെയാണ് ശരിക്കും. കാരണം വെച്ചാൽ നമുക്കറിയാം ഖത്തർ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കേരളത്തിന്റെ ഒരു എന്താ പറയുക ഇത്രയും ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. നോർമലി ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ആഘോഷിക്കും. പക്ഷെ ഓരോ ടീമിനെ നമ്മൾ സെലക്ട് ചെയ്യും, നമ്മൾ ആ ടീമിന്റെ ഫാനായി നടക്കും, നമ്മൾ ടീഷർട്ട് ഇട്ട് നടക്കും, ആ ടീഷർട്ട് തന്നെ ഇട്ട് നടക്കും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. കുറേ അടിയും പിടിയും എല്ലാം ഉണ്ടാവും. പക്ഷെ ഇതിൻ്റെ അകത്ത് ആ ഒരു സംഭവം കാണിച്ചാൽ എനിക്കൊന്ന് ഖത്തറിൽ നടക്കുന്നതുകൊണ്ടാണ് അത്രയും ആ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളുടെ ഇന്ത്യ എന്നുള്ള ടീം എപ്പോഴെങ്കിലും ഇപ്പൊ തന്നെ നമ്മള് ഓരോ ടീമിന് വേണ്ടിയിട്ട് നമ്മൾ അടിപിടിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അത്രയും ആവേശത്തോടെ എടുക്കുന്നു അല്ലെ. നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് ഒരു ടീം ഉണ്ടെങ്കിൽ ഇല്ല, നമ്മളെ ഇന്ത്യയുടെ ടീം എന്ന് പറയുന്നത് നമുക്കറിയാം പണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ കാരണമാണ് അത് മാത്രമല്ല ഓരോ പ്രശ്നങ്ങൾ കാരണമാണ് നമ്മളെ ഇന്ത്യൻ ടീമിന് ചാൻസ് കിട്ടാത്ത. പിന്നെ നമുക്കറിയാം ആലോചിച്ച് നോക്കി ഉണ്ടായിരുന്നെങ്കിൽ പൊളിയാണ്. കാരണം വെച്ചാൽ അത്രയും വികാരമുണ്ട് നമുക്ക് ആ ഒരു ഫുട്ബോളിനോട്. അപ്പം നമ്മൾ അങ്ങനെ ഇന്ത്യ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള ടീമിനെ ചൂസ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ പറയാ, നമ്മൾ അറിയില്ലേ ഇയേഴ്സിലൊക്കെ നടക്കുമ്പോഴൊക്കെ നമ്മളുടെ ഇന്ത്യയിലെ ആ ഒരു ജേഴ്സി കാണാനായിട്ടൊരു കാരണം അതിലെന്തുകൊണ്ടാണ് നടക്കാത്ത അറിയോ? ഞാൻ കണ്ടെടുത്തോളം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഫുട്ബോൾ എന്ന് പറയുന്നത് ബിസിനസ് ആയിട്ട് കാണാൻ പറ്റില്ല. അപ്പം ക്രിക്കറ്റിനകത്ത് ഒരുപാട് ബിസിനസ് സംഭവങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും ക്രിക്കറ്റിൽ നടക്കുന്ന ശരിക്കും ഒരു പൊളിറ്റിക്സും സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് അവിടെ ഇപ്പോഴും എല്ലാരും ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്, എല്ലാത്തിനും റെഡിയാണ്. ഇന്ത്യയിൽ നമുക്കറിയാം ടാലന്റഡ് ആയിട്ടുള്ള കുറെ പ്ലേയേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ഉണ്ട്. ശരിക്കും ഇന്ത്യയും അതിന്റെ ഭാഗം തന്നെ ആവേണ്ടത് തന്നെയാണ്. കാരണം ISL ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്കറിയാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലൊക്കെ നമുക്കറിയാം എത്ര നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരാണ് ഉള്ളത്. നല്ല നല്ല പ്ലേയേഴ്സ് ഉണ്ട്. അതിപ്പം കേരളത്തിനായാലും ശരി, അല്ലെങ്കിൽ നമ്മുടെ വെസ്റ്റ് ബംഗാളിനായാലും ശരി. കാരണം നമുക്ക് എപ്പോഴും അറിയാം ഫുട്ബോൾ എന്ന് പറയുമ്പോൾ നമുക്ക് കേരളം അതുപോലെ വെസ്റ്റ് ബംഗാളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ടീമിലോട്ട് വരുന്ന സമയത്ത്. അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലുള്ള കുറെ ആൾക്കാർ നല്ലോണം വരാറുണ്ട്. അപ്പം അങ്ങനെ വരുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് നമുക്ക്. പക്ഷെ ആ സമയത്ത് വരുന്ന ഓരോ പ്രശ്നങ്ങൾ കാരണം നമുക്ക് ഒരു പ്രാവശ്യം ചാൻസ് കിട്ടിയപ്പോഴും ബൂട്ട് ശരിയില്ല എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഒരു പ്രാവശ്യം യോഗ്യത കിട്ടിയായിരുന്നു. കിട്ടിയ സമയത്ത് ആ സമയത്ത് എന്ത് സംഭവിച്ചു വെച്ചാൽ ഫുട്ബോൾ ഫെഡറേഷൻ പ്രോപ്പറായിട്ട് അതിനുള്ള ഹെൽപ്പ് ചെയ്തില്ല. അതങ്ങനെ മിസ്സായി. പിന്നീട് ഓരോ തവണയും നമുക്ക് മര്യാദയ്ക്ക് കിട്ടാറില്ല. കാരണം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ആ സംഭവം. ഇനിയിപ്പോ കുഴപ്പമില്ല, ഇപ്പൊ 4 വർഷമോ 8 വർഷമോ 16 വർഷമോ കുഴപ്പമില്ല. പക്ഷെ എപ്പോഴെങ്കിലും ഒരു തവണ ഇല്ലേ, നമുക്കൊരു ആഗ്രഹമില്ലേ ശരിക്കും? എന്തായാലും അത് നടക്കട്ടെ. ഇപ്പൊ ഓൾറെഡി ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് തന്നെ ക്രിക്കറ്റിന്റെ 2020 വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ISL നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു ഗെയിമിന്റെ സമയമാണല്ലേ ഇപ്പൊ ഫുള്ളായിട്ട് നോക്കിക്കഴിഞ്ഞാല്. സ്റ്റാർട്ട് ചെയ്യുന്ന നവംബർ 20th സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എന്തായാലും അതിനുശേഷം എല്ലാരും ഇതിന്റെ പിറകെ തന്നെയായിരിക്കും. അത് മാത്രല്ല രാത്രി മൊത്തം എല്ലാരും ഇനി ഉറക്കൊഴിഞ്ഞ രാത്രികളായിരിക്കും എല്ലാവർക്കും. എന്തായാലും സോങ് വേറെ ലെവലായിരുന്നു. നന്നായിട്ട് കാരണം അതിന്റെ വിഷ്വൽ ആയാലും അല്ലെങ്കിൽ അതിന്റെ പാട്ടായാലും നമ്മള് ഫുട്ബോളിനെ കുറിച്ച് പറഞ്ഞ് പാട്ടിനെ കുറിച്ചൊന്നും പറയാൻ വിട്ട്. കാരണം അതങ്ങനെയാണ്. കാരണം നമ്മൾ അറിയില്ലേ, ഇതിനകത്ത് പാട്ട് നമ്മൾ കണ്ടു, പക്ഷെ അതിനേക്കാളും കൂടുതലും ആ ഒരു വികാരമാണ് നമ്മൾക്കുള്ളത്. എന്തായാലും നമ്മൾ അതുകൊണ്ട് തന്നെ പാട്ടിന്റെ വിഷ്വലും സംഭവങ്ങളൊക്കെ പൊളിയായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ കാണിച്ചിരിക്കുന്ന ഓരോ ആംഗിൾസിലും കാണിച്ചിരിക്കുന്ന ഫുട്ബോളിന്റെ വികാരം മൊത്തം കൊണ്ടുവരാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം കോൺസെൻട്രേറ്റ് ചെയ്ത് കാണിച്ചു. കാരണം അതാണ് മലബാറിൽ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ആൾക്കാരുള്ളത് മലപ്പുറത്ത് തന്നെയാണ്. അപ്പം മലപ്പുറത്തിന്റെ സംഭവം കാണിച്ചു. നമ്മുടെ അടുത്ത് ഇല്ലാന്നല്ല കേട്ടോ, നമ്മുടെ അടുത്തും ഉണ്ട് കുറേ പ്ലേയേഴ്സ്. അപ്പം അങ്ങനെയുള്ള സംഭവം കാണിച്ചു. പിന്നെ ആ മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു അറബിക് ടച്ച് ഉള്ള ഒരു മ്യൂസിക്. കാരണം ഖത്തറിലായതുകൊണ്ട് തന്നെ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി കറക്റ്റ് ആയിട്ട് വന്നു. ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ലാലേട്ടന്റെ സ്ക്രീൻ പ്രസൻസ്. അതെ, കാരണം വെച്ചാൽ ഇത് നോർമലി ഒരു വീഡിയോ ആക്കിയിട്ട് ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്ര പോപ്പുലാരിറ്റി കിട്ടില്ല. അല്ലെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് അങ്ങനെ
ജസ്റ്റ് അങ്ങനെ പോകും. പക്ഷെ ലാലേട്ടനും കൂടി വരുന്ന സമയത്ത് അവിടെ കുറച്ചും കൂടി ഒരു റീച്ച് കിട്ടാം. നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ് ടീംസ് ഉണ്ടാവും. നമ്മൾ ആ നേരത്തെ പറഞ്ഞില്ലേ, ജേഴ്സി ഇട്ട് പോവുക, അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ ജേഴ്സി ഇട്ടിട്ട് പോകുന്നതും പിന്നെ അത് അഴിച്ചു വെക്കാണ്ടിരിക്കുക, അതന്നെ പിന്നെ അലക്കിയിടുന്നതും ഒക്കെ. അപ്പം നമ്മളെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഉണ്ടാവും അതിൻ്റെ തന്നെ. അപ്പം നിങ്ങൾക്കും ഉണ്ടാവും ഓരോ ഫേവറേറ്റ് ടീംസ്. നിങ്ങൾ കമന്റിൽ വന്നിട്ട് അറിയിക്കുക നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഏതാണ്, നിങ്ങൾ ഇത്തവണ ഏത് ടീമാണ് കപ്പെടുക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ളത് നിങ്ങൾ കമന്റിൽ വന്നിട്ട് മെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.